ഹായ് ഓൾ, ഇറ്റ്സ് മീ JKK ഫ്രം JKK ഫോർ യു. ഫൈനലി ആവേശം സിനിമ കണ്ടു. റിട്ടൺ ആൻഡ് ഡയറക്ഷൻ ബൈ ജിത്തു മാധവൻ, പ്രൊഡക്ഷൻ നസ്രിയ ആൻഡ് അൻവർ റഷീദ്, ക്യാമറ സമീർ താഹിർ, എഡിറ്റർ വിവേക് ഹർഷൻ ആൻഡ് മ്യൂസിക് സുഷിൻ ശ്യാം. കഥാപാത്രങ്ങളിലേക്ക് വന്നാൽ ഫഹദ് ഫാസിലാസ് രംഗണ്ണ, ഇതൊരു അഴിഞ്ഞാട്ടം തന്നെയാണ്, ഡം മോനെ. പിന്നെ സജിൻ ഗോപു വാസ് അംബാൻ, ഒരു രക്ഷയില്ല, ഷളായ്. പിന്നെ മൻസൂർ അലി ഖാൻ ആസ് റെഡ്ഡി. പിന്നെ ഇതിൽ ഹിപ്സ്റ്റർ മിഥുൻ റോഷൻ, അവരാണ് 3 ചെറുപ്പക്കാർ. യഥാക്രമ മജു ബിബി ആൻഡ് ശാന്തൻ. പിന്നെ മിഥുട്ടി എസ് കുട്ടി. പിന്നെ നഞ്ചപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കഥാപാത്രം ഒക്കെ ഉണ്ട്. പിന്നെ വേറെയുണ്ട് കുറേ കഥാപാത്രങ്ങൾ. സിനിമയുടെ തുടക്കം ഈ 3 ചെറുപ്പക്കാർ ഹിപ്സ്റ്റർ മിഥുൻ റോഷൻ ബംഗളൂരുവിലെ ഒരു കോളേജിൽ ചേരുന്നതും പിന്നെ സീനിയേഴ്സ് റാഗ് ചെയ്യുന്നതും ആ സീനിയേഴ്സിനെതിരെ പ്രതികാരം ചെയ്യുന്നതുമൊക്കെയാണ്. ആ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇവരൊരു ലോക്കൽ ഗുണ്ടയെ തേടി പോകുന്നതൊക്കെയാണ്. ആ ഗുണ്ടയാണ് നമ്മുടെ രംഗണ്ണ. പിന്നെ അങ്ങനെ ഉണ്ടാവുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് സിനിമ പറഞ്ഞു പോകുന്നത്, തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ. ഓക്കെ, പിന്നെ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് ഇതിലെ പാട്ടുകൾ തന്നെയാണ്. പ്രത്യേകിച്ചും സിനിമയുടെ തുടക്കത്തിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മാതാപിതാക്കളെ മാപ്പാണ്, ആ പാട്ടിലൂടെയാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. പിന്നെ ഗലാട്ടയുണ്ട്, ജാടയുണ്ട്, പിന്നെ ഇലുമിനാറ്റി ഉണ്ട്. സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്താണ് ഇലുമിനാറ്റി വരുന്നത്. പിന്നെ അതിന് ഇടയ്ക്ക് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ പാട്ടുണ്ട്, ആർമാദം എന്ന് പറഞ്ഞുകൊണ്ടൊരു പാട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു തീം സോങ് ഓടിമക, അങ്ങനെ ഒരു പാട്ടുണ്ട്. അങ്ങനെ ഇതിലെല്ലാ പാട്ടും പ്രത്യേകിച്ചും BGM എല്ലാം തന്നെ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയത്തക്ക വലിയ കഥയൊന്നും തന്നെ ഇല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. ആ ഒരു റാഗിങ്ങിനെതിരെ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇവരൊരു ലോക്കൽ ഗുണ്ടയെ തേടുന്നതും പിന്നെ ആ ഗുണ്ടയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നൊക്കെയാണ് പിന്നീട് കാണിച്ചു പോകുന്നത്. എനിക്ക് പ്രധാനമായിട്ടും എന്നെ സ്ട്രൈക്ക് ചെയ്ത 1-2 സീൻസ്, പ്രത്യേകിച്ച് ആ അംബാൻ്റെ ഒരു ഷൂട്ടിംഗ് സീനുണ്ട്, ഒരു ഗണ്ണ് കൊണ്ട് തോക്കുകൊണ്ട് ഇങ്ങനെ വെടിവെക്കുന്നത്, അത് ഭയങ്കരധികം കോമഡി സംഭവമാണ്. പിന്നെ ടുവേഡ്സ് ദ ഇൻ്റർവെൽ, ആ ഒരു കോളേജിലെ ഫൈറ്റ്, പിന്നെ ആ ഒരു ഇൻ്റർവെൽ പഞ്ചായത്ത് ഹാപ്പി ഹോളി പറയുന്നത്, അതൊക്കെ കൊള്ളാം. പിന്നെ ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും കുറച്ച് കോമഡീസ് ഒക്കെ ഉണ്ട്, കുറച്ച് ലേഡീസൊക്കെ വന്നിട്ടുള്ള കുറച്ച് കോമഡീസ്, അതൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അത്യാവശ്യം കണ്ടിരിക്കാം. ഓവറോള് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലോ ഇതിലങ്ങനെ വലിയ പറയത്തക്ക വലിയ സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാം. പിന്നെ ഒരു ബിഗ് സ്ക്രീനിൽ തിയേറ്റേഴ്സിൽ ഇത് നമ്മളെ നിരാശപ്പെടുത്തൊന്നും തന്നെ ഇല്ല. പിന്നെ ഫഹദ് ഫാസിലിൻ്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് ഈ സിനിമ. പിന്നെ ഈ കലിത്തുള്ളിയ കരിങ്കാലിയല്ലേ, ആ ഒരു റീലൊക്കെ തന്നെ ഇപ്പോൾ തരംഗമാണ്. ആ സംഭവങ്ങളൊക്കെ കൊള്ളാം. ഓവറോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇത് ഫഹദ് ഫാസിലിൻ്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ്. ഒരു 1 ടൈം അല്ലെ 2 ടൈം നമുക്ക് വാച്ചബിൾ ചെയ്യാം, കാണാം. അതിനപ്പുറം ഒന്നും തന്നെ ഇല്ല ഈ സിനിമ. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നുന്നു തന്നെയില്ല. പിന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കണ്ടിരിക്കാം. അപ്പോൾ ശരി, മോനെ, ബൈ ബൈ. ക്ലൈമാക്സിൽ മൻസൂർ അലി ഖാനൊക്കെ ആയിട്ട് ഒരു ഫൈറ്റ് ഉണ്ട്, അത് കൊള്ളാം. പിന്നെ ഫ്ലാഷ് ബാക്കും അത്യാവശ്യം കൊള്ളാം. എന്താണെങ്കിലും ഓവറോൾ ഹാപ്പിയല്ലേ മോൻ, ഹാപ്പിയല്ലേ? ആ അമ്മയും കൊള്ളാം. പിന്നെ ആ KGFലെ BGM ഒക്കെ വരുന്ന സംഭവം, പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ, അത് എനിക്ക് ഭയങ്കര ടച്ച് ചെയ്ത സംഭവമാണ്. പ്രത്യേകിച്ചും ഈ 3 ചെറുപ്പക്കാരെ ഒരു മുറിയിൽ പൂട്ടിയിട്ടിട്ട് നമ്മുടെ ഫഹദ് ഫാസിൽ അവരെ പിടിക്കാൻ വേണ്ടി പോകുമ്പം ഈ അമ്മയുടെ ഫോൺ കോൾ വരുന്നുണ്ട്, ആ സീനൊക്കെ കൊള്ളാം. എന്താണെങ്കിലും തന്താന താനേ താനേ നാനേ നാനേ, ആ ഒരു BGMഉം, മോൻ ഹാപ്പിയല്ലേ? ആ സംഭവങ്ങളൊക്കെ കൊള്ളാം. എന്താണെങ്കിലും മൊത്തത്തിൽ കൊള്ളാം, പൊളിച്ചിട്ടുണ്ട്. മോനെ, ബൈ ബൈ.